ചെറിയ കലാകാരന്റെ ഈ എളിയ വൺമാൻ ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ നാട്ടിലെ ഒരു ചെറിയ കലാകാരനാണ്. നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് എന്റെ വിജയം. പ്ലീസ് ഒരു കൈയടി. താങ്ക് യു. ഇത്ര വൺമാൻ ഷോ ആരംഭിക്കുക അല്ലേ? കേട്ടൂടാ? ഓക്കെ, താങ്ക് യു. കുതിരയുടെ കുളമ്പടി ശബ്ദവും മനുഷ്യന്റെ മൂളിപ്പാട്ടും ഒരേ സമയം ഒന്ന് വീക്ഷിക്കാം. ഒരേ സമയം കുതിരയുടെ കുളമ്പടി ശബ്ദം, മനുഷ്യന്റെ മൂളിപ്പാട്ടും ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ പോകുന്നു. ഇന്ന് ചെറിയൊരു വെസ്റ്റേൺ മ്യൂസിക് ഒന്ന് പരിചയപ്പെടാം. മുക്കാല മുക്കാമ്പല എന്ന ഗാനത്തിന്റെ അവസാന മ്യൂസിക്. ഇംഗ്ലീഷ് ചലച്ചിത്രമായ ജുറാസിക് പാർക്ക് ഒരു തമിഴ് ചാനൽ നടക്കുകയാണ്. നമുക്ക് ഇംഗ്ലീഷ് ചലച്ചിത്രമായ ജുറാസിക് പാർക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു തമിഴ് മൊഴിമാറ്റമാണ്. ശ്രദ്ധിക്കാം. ജുറാസിക് പാർക്ക്. உங்கள் கேள்வியில் பல தவறாடுகள் ஜுராசிக் பூங்காவனம் தொழில்கள் அவர்கள் நீச்சல் பார்க்க, தாம்பூல நிறையந்தருக்கு நீச்சல் பார்க்க, வாசனுக்கு துப்புறதுக்கு நீச்சல் பார்க்க, சண்டை போட்டுருக்காங்க நீச்சல் பார்க்க, வாங்குங்கள், துப்புங்கள், சபத்துங்கள். அண்ணே ஆனந்த பனியன்கள் சட்டைகள் பாவிக்குங்கள், இது அருமாதங்கள். உங்கள் கேள்வியில் காண தவறாதுங்கள். ஸ்டீஃபன் பீல்பஸ் மாமாவுடைய ஜூராசிக் பூங்காவனம் நடத்தும் அவர்கள் பிலோசர் கார், ஹெலிகாப்டர், பச்சிலைக்காடு, ஆட்டுங்காலை. செல்வி, செல்வி யாரு கூப்பிடுற? என்னோட மாப்பிள்ளை எனக்கு போயிட்டு நாளா வாங்கும். உன்னோட மாப்பிள்ளை தாண்டே கூப்பிடுற. கூப்பிட்டாங்களா? നമ്മുടെ പിള്ളകളൊക്കെ പോയിട്ടാങ്ക. നമ്മുടെ പിള്ളകളില്ല, அந்த பூங்காவனம் சுத்தி காண போயிட்டாங்க. என்ன ஆயோக பிள்ளைகள் இது? அண்ணே என்ன சொல்ல அண்ணே? உனக்கு தெரியாதா? இதுதான் பூங்காவனம், ஜுராசிக் பூங்காவனம். அந்த செடி எப்படி வரும் அண்ணே? இந்த ஆட்டுங்கால் போட்டோதான் வரும். என்னென்ன இது? உனக்கு தெரியாதா? இதுதான் துப்பாக்கி. தோக்கலையா அந்த ஜீவியை சுட்டு கொள்ளுறதுக்கு. பாக்கட்டுமா? பாரு அண்ணே. என்ன அண்ணே? ஒன்ன தேர்ந்து போயிட்டாங்க. ஆமா, நல்லா இருக்கு. அண்ணே அந்த ஜீவி வருமா? வரும். நம்ம கடிக்குமா? இல்ல, நாக்கும். என்ன இது? என்னடா முன்னாடி நம்ம கதவுக்குள்ள யாரு? கதவுக்குள்ள பெரிய பெரிய யாரா? கதவுக்குள்ள பெரிய பள்ளி வந்திருக்கடா. ராசசப்பள்ளி நம்ம கடிக்கப்படா. என்ன பள்ளியாவா? முன்னாடி என்னடா? முன்னாடி ஓடி தள்ளுங்கடா. ஒன்று இருக்கு, பள்ளி இருக்கு, இந்த காலம் நோக்கு இருக்கு. ഇങ്ങനെ പോകുന്നു ജുറാസിക് പാർക്കിന്റെ ട്രെയിലർ. മലയാള ചലച്ചിത്ര വേദിയിലെ എക്കാലത്തെയും പ്രിയങ്കര ശബ്ദങ്ങളെ അണിനിരത്തി ഒരു ബസ് യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ബസ് യാത്ര നയിക്കുന്നത് മറ്റാരുമല്ല, മലയാള ചലച്ചിത്ര വേദിയിലെ ഭാഭാഭിനയ ചക്രവർത്തി ശ്രീ മധുവാണ്. തുടർന്നുള്ള രസകരങ്ങളായ സംഭവങ്ങളിലേക്ക് ഒരു ബസ് യാത്രയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഒരു ബസ് യാത്രയിലേക്ക്. മുറ്റത്ത് ഒരു പൊണ്ണ മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി. ബസ്സിനകത്ത് കയറാനുള്ളവർ എത്രയും പെട്ടെന്ന് കയറണം. എനിക്ക് ടിക്കറ്റ് കൊടുക്കാൻ മുട്ടുന്നു. തനിക്ക് ടിക്കറ്റ് കൊടുക്കാൻ മുട്ടുന്നല്ലേ?
എനിക്കൂടെ രണ്ടിന് പോകാൻ മുട്ടുന്ന ഏത് ചിന്തയാത്രയിൽ നിന്ന് കളിക്ക് തന്നത് താഴെ പറഞ്ഞത് തനിക്ക് മുമ്പ് ഇഷ്ടമാണെന്ന് ഇതാ പറഞ്ഞത് മുറ്റത്തുള്ളിലേക്ക് മണമില്ലെന്ന് എങ്ങനെ മണം കാണും താനൊന്നും അതിന്റെ ചൂട്ടല്ലേ മൂത്രം ഒഴിക്കുന്നത് ഏത് തന്നെയാണോ അവിടെ ഫുട്ബോൾ എത്രയ്ക്ക് ഇരിക്കുന്നത് അകത്തോട്ട് കയറണം അകത്തോട്ട് കയറിയിരിക്കാനാ പറഞ്ഞത് അമ്മ പറഞ്ഞത് കണ്ടപ്പ ടിക്കറ്റ് കൊടുക്കുന്നു ജനങ്ങളെ തല്ലുന്നു രണ്ടപ്പ അടിച്ചൊടുക്കണ കൊണ്ടിനെ മുട്ടുകാല് ഓ ചെല്ല് ചെല്ല് എന്താ രേവതി നീന്ന് പുറകിറക്കുന്നു എന്താ കാര്യം തരാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ട് റൂം തരുന്നില്ല. അപ്പൊ നീ കരുത പറയാ എന്റെ അമ്മന്റെ വഹീൽ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മന്റെ വഹീൽ ഹോട്ടലെന്ന്. അപ്പൊ അവൻ വെളിയിൽ വിളിച്ചു. ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പുറത്ത് നിന്ന് അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ ഒരു തൊട്ടുകൊട്ട് കുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തല എടുത്ത് പൊട്ടിച്ചു. എന്നിട്ട് വെച്ചത് അടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തല ഒറ്റയ്ക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് വെച്ചത് എടുത്തുവെന്ന് പറഞ്ഞു അവന്റെ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പനെ അമ്മമ്മനെ ഒക്കെ ചീട്ട് പറഞ്ഞു. ആ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചിട്ടെടുത്ത് അവന്റെ തല ഒറ്റയടി വെച്ച് കൊടുത്തു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്യില്ല, എത്രയും ചെയ്തുള്ളൂ. അതിനെ പെരുഞ്ഞാണ് ബഹളം വയ്ക്കുന്നത്. ജോലിയും വന്നില്ല തീയും വന്നില്ല. അപ്പതേ ഒരാന അതവളൊക്കെ ഓടിക്കാട് പോയിച്ചത് തുറന്നു പോട്ടെ. ഏത് തന്നെയാണ് ദേശിനകത്ത് വെള്ളം അടിക്കാൻ ശ്രമിക്കുന്നത് പറവൂർ ഭരണൻ അവിടെ മിണ്ടായിരിക്കണം. എന്ന സീറ്റ് ചേർന്ന് പൊട്ടി നോക്കുന്നതാ പൊട്ടി. സോറി കരുത്തമ്മ, ഐ ലവ് യു. നാളെ എന്റെ കല്യാണമാണെന്ന് കേട്ട് തലേന്ന് പൊറോട്ടയാണോ ബിരിയാണിയാണോ? കരുത്തമ്മയുടെ അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടി എന്താ ടിക്കറ്റ് എടുക്കുന്നത്? സോറി മുടി കണ്ടപ്പോ ഞാൻ കരുതി പെൺകുട്ടിയായിരിക്കുമെന്ന്. ബാബുവിന്റെ ആയിരുന്നല്ലേ? എന്താണ് താൻ ടിക്കറ്റ് എടുക്കുന്നത്? എന്താ കാര്യം? പണത്തിന് വേണ്ടി നാം ഒരു കുതിരെ പോലെ പായണം. ആരും എത്ര വേഗം രാജം ദേവേ ഈ ബാബുവിനെ എനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഏറപ്പാ ഇത് ബാബുവിൻ കഴി പണി കൊടുക്കണം ആരാണെന്ന് അത് പോയി അയ്യേ ഇത് വിസ്താരമായിരുന്നേ. ഇന്നലെയും ഈ കിടവ് ഏനാളിയും എന്തോ ഒരു കമ്മീഷൻ പൂണ്ടർ കമ്മീഷൻ അവന്റെ മണിക്ക് അത് എന്റെ അടുത്ത് വിളിക്കുമ്പോ ആലന്തരം നോക്കി വീണ് കളിക്കാൻ അതൊരു കൃഷ്ണൻ അതോ ആരാണ് അവിടെ അങ്ങോട്ട് പൊട്ടിച്ചത്? അങ്ങോട്ട് പൊട്ടിച്ചത് സാറ് ബസ്സത്രക്കിടയിൽ ആൾക്കാരെ രസിപ്പിക്കാം. ഞാനൊരു പാട്ട് പാടാം. എങ്കിൽ പാടിക്കൊറാമാന്ന് പോയ ഒരു പാട്ട് കേട്ട പഠിച്ചു. ആരാരോ ആരാരോ മോൻ ആരാരോ അമ്മയ്ക്ക് നീ തന്നല്ലേ ആയ വലിയ പോലെ പോ. ഇതാണോടാ പാട്ട്? കുത്തിയുള്ള എല്ലാ ബാലകൃഷ്ണ കുത്തിയുള്ള വിളിക്കാറായാണോ? സംസാരെ പാട്ടായ താളം വേണം. അതെന്താ ഇങ്ങനെ? ഞാൻ പഠിത്തരാം. കൈയടിക്കും മക്കളെ മറ്റൊരുതരാം. നൈമീതോണങ്ങളുലയും അസുര കഥ കേട്ടുൾത്തടം പീടയും മല്ലന്നവീ മൂസരിതങ്ങൾ ഇസ്ലാമിടത്തിടട്ടെ. ഒരു നാള് മൂസ ജനിച്ച് ഉമ്മ ധരിച്ച് ഹേതം ധരിച്ച് ഒരു വെട്ടിയിലാക്കിയോനെ നെയ്ലൊതുക്കുന്നേ ഓളങ്ങൾ. ഓ മതിയടാ പാട്ട്. എടാ പാട്ടായ താളം വേണം. പഞ്ചാബി ഹൗസിലെ സോനാരെ സോനാരെ ആ പാട്ടാണോ പാടുന്നത്? അതെ പഞ്ചാബി ഹൗസിലെ സോനാരെ സോനാരെ. എനിക്ക് പാടിക്കൊറ. അതെ ഞാൻ പാടിത്തരാം. സോനാരെ സോനാരെ സ്വന്തം തെളിഞ്ഞത് സ്വർഗത്തെ നിറയ്ക്കാൻ പോരൂ. അങ്ങനെ സോനാരെ സോനാരെ സ്വന്തം തെളിഞ്ഞില്ല സ്വർഗത്തെ നിറയ്ക്കാൻ പോരൂ. വിനാശകാലേ വിപരീത ബുദ്ധേ. എനിക്ക് കിട്ടാനുള്ള ബാക്കി 25 പൈസ കിട്ടണം. ഇവിടെ ഭീമന്റെ ഇറങ്ങി പോടാ അവിടുന്ന്. നിനക്കൊന്നും തരില്ല. എനിക്ക് തന്നെ പറ്റൂ. ഞാനൊരു മിമിക്രി കാണിക്കാം. ആദ്യമായി ഭൂമി ഉണ്ടായതെങ്ങനെ? വാ കൊരവള്ളി പൊട്ടുകൊണ്ട് അമ്മാവാ. മനസ്സിലായി? പള്ളിയിൽ മണിയടിക്കുന്ന ശബ്ദം ഇതാണോടാ ഭീമന്റെ പള്ളിയിൽ മണിയടിക്കുന്ന ശബ്ദം? എടാ പാട്ടായ താളം വേണം. അതുകൊണ്ട് ഇങ്ങനെ കേട്ട് പഠിച്ചു. വാഴത്തെ പൂന്തുറയിൽ വലവീശന കാണൂലേ വലവീശന കാണൂലേക്ക് മീനാണെങ്കിൽ പിടക്കൂലേ പല മീന
സാറേ, മൂടംപള്ളിയിൽ യക്ഷിയുണ്ട്, മറുപടിയുണ്ട്, പ്രേതമുണ്ട്. ഇതിൽ സംഗതിയില്ല, താളമില്ല, സത്യമില്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നീ പാടിക്കൊടുറ, ഞാൻ പാടിത്തരാം. അതിരകാക്കും മലയുന്നു തുടുപ്പേ തുടുപ്പേ തുടുപ്പേ. ഇല്ല, തുടിക്കില്ല സാർ. എടാ ജയ, എങ്കിൽ നിനക്ക് പാടാം. സാറേ, എത്രക്കേരെ രസിപ്പിക്കാൻ ഞാനും ഒരു പാട്ട് പാടും. എങ്കിൽ പാടിക്കൊടുറ ജയ. പഴയ ഒരു ഗാനമാണ്, പഴയ ഗാനം തന്നെ ആവശ്യം. ഞാൻ പാടിത്തരാം, കേട്ടുപിടിച്ചു. കൊള്ളാം, ആഹാ, കൊള്ളട്ടെ, കൊള്ളാം. ഇനിയുമുണ്ട്, തീർന്നില്ല. ഇവിടെ തീർന്നാണ് ചെയ്യാ. ഇല്ല, തീർന്നില്ല. ഓ മനസ്സാറേ, ബസ് എടുക്കാൻ സമയമായി. ബസ് എടുക്കാനല്ലേ പറഞ്ഞത്? ബസ് എടുക്കാൻ. പണ്ടുകളി മഴ വയ്ക്കണമെങ്കിൽ നമ്മൾക്ക് തലയിൽ കറിയാൻ മാത്രം ഒഴിക്കും. ഓർമ്മയിരിക്കട്ടെ. എനിക്ക് തൃപ്തിയായി. ഇത്രയും സമയമായിട്ടും ബസ് എടുക്കാൻ സമയമായില്ല പോലും. കണ്ടക്ടർ വന്നാലും ഡ്രൈവർ വന്നാലും ഇത്രയും പൈസ എന്റെ കയ്യിലില്ല. എന്താ പറയാ? ഒന്ന് പോടാ അവിടുന്ന്. ആരാണ് എന്നാ പോടാന്ന് വിളിച്ചത്? ഇവിടെ ബസ് എടുക്കാനല്ലേ പറഞ്ഞത്? ബസ് എടുക്കാൻ ഇല്ല സാറേ, ഒരു കാരണവശാലും ഞാൻ ബസ് എടുക്കില്ല. ബസ് എടുക്കാൻ പറ്റില്ല. ഇവിടെ ചെയ്യാ. എന്താണ് നിന്റെ കയ്യിൽ? റിവോൾവറോ? ധൈര്യമുണ്ടെങ്കിൽ വെക്കടാ വേണ്ടി. ഞാൻ വെക്കും സാർ. അത് പൊട്ടും. ഇത് പൊട്ടിയത് സാറേ, പൊട്ടും. പൊട്ടുന്നെങ്കിൽ പൊട്ടത്തില്ല. ധൈര്യമുണ്ടെങ്കിൽ വെക്കടാ ചെയ്യാ വേണ്ടി. ബസ്സിനകത്ത് വെച്ച് വെക്കടാ വേണ്ട. ഞാൻ വെക്കുന്നത് സാർ. എങ്കിൽ വെക്കാനല്ലേ പറഞ്ഞത്? ഇന്നത്തെ ഫുഡ് സാറേ വെച്ചേക്ക്. അദ്ദേഹത്തിന്റെ അഹങ്കാരം മാറട്ടെ. വെച്ചേക്ക് ചെയ്യാ. ഓ വെച്ചേക്ക്, വെച്ചേക്ക് ചെയ്യാ, വെച്ചേക്ക്. എന്ത് പൊങ്ങ് ചെയ്യാ? വെച്ചേക്കാൻ, വെച്ചേക്കാനല്ലേ പറഞ്ഞത്? ഈ മത്സൂറെ ഞാൻ വെടിവെക്കും. വെടിവെക്കും വിളിച്ചാൽ വെക്കും. എങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വെക്കടാ വേണ്ടി. എടാ വെക്കാൻ ഞാൻ വെക്കും. എങ്കിൽ വെക്കടാ ഞാൻ വെക്കും. എന്റെ അമ്മേ, ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നീ എന്റെ തമ്പിക്കിട്ട് തന്നെ വെടിവെച്ച്. മരിക്കണതിന് മുമ്പ് ആശുപത്രി കൊണ്ടുപോടാ. ഏറെ കൊണ്ടുപോകാൻ. നമസ്കാരം.